ഹലോ കൂട്ടുകാരെ, മാജിക് മിക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെറിയുള്ളി, അതുപോലെ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, 3 വലിയ ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ചെറിയ രീതിയിൽ ചതച്ചെടുക്കുക. ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത സ്പൈസസ് ആഡ് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ കുരുമുളകും ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 6 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, അതുപോലെ ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ. ഇങ്ങനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിത് വെക്കാൻ പോകുന്നത് അടുപ്പിലാണ്. അപ്പോൾ നമുക്ക് വെച്ച് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, നന്നായി ചൂടാക്കാൻ വയ്ക്കുക, എണ്ണ ഒഴിക്കുക, അതിലോട്ട് ചെറിയ ജീരകം ഇടുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും വലിയുള്ളി അതിലോട്ടിടുക. വലിയുള്ളി അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞത് ഇടുക. നല്ലപോലെ ഇളക്കുക. അത്യാവശ്യം നല്ലപോലെ തീ ഉണ്ടാവണം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്ക് ഏകദേശം ഉള്ളിൻ്റെ ഒരു പരുവം അറിയാമല്ലോ. അത്യാവശ്യം ചുവന്ന് വരുന്ന ഒരു പരുവമാണ്. നന്നായിട്ട് ചുവന്ന് വന്നെന്ന് തോന്നിക്കാൻ ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി ചതച്ചുണ്ടല്ലോ, അതുകൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിക്ക് ചുവന്ന് വരണം. അത്രത്തോളം ചോക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ചുവന്ന് വരുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കുക. ഇത് ഇളക്കിയത് ഏകദേശം ആയതിനു ശേഷം ഇതിലോട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട ഒരു മിനിറ്റ് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് ഇളക്കാം. ഇഞ്ചി ഇതേപോലെ ചതച്ചത് ഇതിലൂടെ ഇട്ട് ഇറക്കാം. ഇഞ്ചി ഇട്ടതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, കൈവിടാതെ ഇളക്കാൻ നോക്കണം. കാരണം ഇഞ്ചി പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇഞ്ചി ഇട്ട് ഇളക്കുക. അതായി കഴിഞ്ഞ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തക്കാളി ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചത് അതിട്ടിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് അതിലോട്ടൊന്ന് ചേർന്ന് വന്ന ഉടനെ തന്നെ ഇതിലോട്ട് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്യാം. സ്പൈസസ് ആഡ് ചെയ്താലും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാവരുടെയും ആവുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ നമുക്ക് പിന്നീടാണെങ്കിലും ഒന്നിടാം, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യും. അതായത് നമ്മളിവിടെ ചിക്കൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ്റെ മേലെയായിട്ട് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ടാണ് ഒരു 7 വിസിലോളമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ശൈലിയുള്ള വെള്ളം മാറ്റിയിട്ട് ചിക്കൻ മാത്രം എടുത്ത് ഇതിലോട്ടിടുക. ഏകദേശം ഒരു 2 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 25 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഏകദേശം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 ലിറ്റർ വെള്ളമാണ്. ആദ്യം തന്നെ ഫുൾ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ചായിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടായിരിക്കും ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒഴിച്ചു കൊടുത്തതിനാൽ പിന്നെ നമുക്ക് ആ ഒരു തീയിൽ തന്നെ അടച്ചു വയ്ക്കാം. അത് വേവുന്നോളം വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ട് വെള്ളമില്ലാതെ ചുരുട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം വറ്റി പോകുന്ന വരെ ഇളക്കുക. ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. അത് ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റെസിപ്പി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ബൈ.